ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ SBI PO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോൾ വരും SBIന്റെ നോട്ടിഫിക്കേഷൻ എന്ന്. സോ നമ്മുടെ SBIന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് 2 വർഷം നോക്കിയാൽ നമുക്കൊരു 500, 600 അത്രയായിരുന്നു വേക്കൻസി. പക്ഷേ ഈ വർഷം നമുക്ക് 1600 വേക്കൻസിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷനിലെ പ്രധാന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നോക്കിയേ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നോക്കിയേ, വൈ ചൂസ് SBI, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാട്ടോ. എന്തുകൊണ്ട് നമ്മൾ SBI ചൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഇന്ത്യാസ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ബാങ്കിങ് എക്സാം ആണ്, ബാങ്കിങ് കരിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കിയാൽ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് നോക്കിയാൽ 1500 വേക്കൻസിയാണ് നമുക്കുള്ളത്. ഓക്കെ, 1500 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഓരോ കാറ്റഗറി വൈസ് നിങ്ങൾ നോക്കുക. ഓരോ വേക്കൻസി ഇപ്പോൾ UR ആണെങ്കിൽ 588 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഓരോ കാറ്റഗറി വൈസ് നിങ്ങൾ നോക്കുക. അപ്പോൾ ലാസ്റ്റ് 2 വർഷം നമ്മൾ നോക്കിയാൽ ഒരു 500, 600 അത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ 1500 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. അത്രയും നല്ലൊരു ചാൻസ് ആണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? സോ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് വേക്കൻസി എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കേണ്ടത് എന്താണ്? അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിന്റെ ഡേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ടെന്റേറ്റീവ് ഡേറ്റ് ആണ്. അതിനു മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് 18/6 മുതൽ നോക്കിയേ അടുത്ത മാസം 8-ാം തീയതി വരെ. അപ്പോൾ ഒരുപാട് ഡേ ഒന്നുമില്ല, നമുക്കൊരു 20 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ 18-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 8-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫീ പേയ്മെന്റും ആ ഡേറ്റിൽ തന്നെയാണ്. പിന്നെ 2nd or 3rd വീക്ക് ജൂലൈയിൽ നമുക്ക് എന്ത് വരും? പ്രിലിമിനറി എക്സാമിന്റെ കോൾ ലെറ്റർ വരും. ഓക്കെ, എക്സാം ഡേറ്റ് നോക്കിയേ, ഓഗസ്റ്റിലായി. അപ്പൊ ഇനി ജൂലൈ, ഓഗസ്റ്റ് നമ്മളെ മുന്നിൽ എത്രയാ? ഒരു 2 മാസം നമുക്ക് വേണമെങ്കിൽ പറയാം. 2 മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓഗസ്റ്റിൽ നമുക്ക് എക്സാം ആയി. പിന്നെ നോക്കിയാൽ സെപ്റ്റംബറിലാകുമ്പോൾ മെയിൻ എക്സാം ആയി. മെയിൻ എക്സാമും ആയി. ഓഗസ്റ്റിൽ പ്രിലിംസ് ആണ്, സെപ്റ്റംബറിലാകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ? സെപ്റ്റംബറിലാകുമ്പോൾ നമുക്ക് മെയിൻ എക്സാമും ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നോക്കിയേ, പിന്നെ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒക്ടോബറിലായിരിക്കും. അങ്ങനെ നവംബറിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടും വരും. അപ്പൊ ഇത്രയും നമ്മുടെ ബാങ്ക് എക്സാമിന്റെ പ്രത്യേകത എന്താ? ഒരു 6 മാസം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് കോൾ ലെറ്ററും വരും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓഗസ്റ്റിൽ എക്സാം ഉണ്ട്, നമ്മുടെ മുന്നിൽ ഇനി 2 മാസം മാത്രമേ ഉള്ളൂ. പിന്നെ സെപ്റ്റംബറിൽ മെയിൻസ് എക്സാം ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. 20 ദിവസം മാത്രമേ അപ്ലൈ ചെയ്യാനും ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ പിന്നെ അത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താ? ക്വാളിഫിക്കേഷൻ. അതിനു മുന്നേ നമ്മുടെ ഏജ് കാറ്റഗറി, ഏജ് നിങ്ങൾ നോക്കുക. അതായത് ആർക്കൊക്കെ ഏതൊക്കെ ഏജിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതായത് ഇവിടെ നോക്കിയാൽ എന്താ ഏജ് പറയുന്ന നോക്കിയേ, ഇവിടെ നിങ്ങൾ 2/4/96 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. 2/4/96 ശേഷം ജനിച്ച ആളായിരിക്കണം. അതുപോലെ ഇതിനു മുന്നേ ജനിച്ച ആളായിരിക്കണം. 21 മുതൽ 30 വരെയാണ്. പക്ഷെ 2/4/96 ശേഷം ജനിച്ച ആൾക്കാർക്ക്, മുന്നേ ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ 2005 മുന്നേ ജനിച്ച ആൾക്കും ആയിരിക്കണം. ഓക്കെ, പിന്നെ അപ്പൊ അതുപോലെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നോക്കിയ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബും എത്രയാണ്? 5 വർഷമുണ്ട്. അതുപോലെ PWBD 10 വർഷം. നോക്കിയ ഈ കാറ്റഗറിക്കൊക്കെ നോക്കുക, 10 വർഷം. എക്സ് സർവീസ്മെൻ ഒരുപാട് പേരെന്താ ഈ എക്സാമിന് പഠിക്കുന്നതാണ്. 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും ഡിഗ്രിയാണ്, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. അപ്പോൾ ഡിഗ്രിയാണ് വേണ്ടത്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നോക്കിയേ, ഫൈനൽ ഇയർ അല്ലെങ്കിൽ സെമിസ്റ്റർ ഗ്രാജുവേറ്റ് മേ ഓൾസോ അപ്ലൈ പ്രൊവിഷണൽ സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ഇഫ് കോൾഡ് ഫോർ ഇന്റർവ്യൂ ദേ വിൽ ഹാവ് പ്രൊഡ്യൂസ് പ്രൂഫ് ഹാവിംഗ് പാസിംഗ് ദ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഓൺ ഓർ ബിഫോർ ഈ ഡേറ്റിന് മുന്നേ അവർ ഫൈനൽ ഇയർ എക്സാം പാസ്സായാൽ മതി. 30/9/2026 മുന്നേ അവർ പാസ്സാവുന്നുണ്ടെങ്കിൽ, ഫൈനൽ ഇയർ എക്സാം പാസ്സാവുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഡേറ്റിന് മുന്നേ അവർ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. അവർക്ക് ഇന്റർവ്യൂ ടൈമിൽ നമ്മുടെ ഫൈനൽ ഇയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? അത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു, എന്താ? വേക്കൻസി പറഞ്ഞു, അതുപോലെ എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞു. പിന്നെന്താണ്? പിന്നെ നമ്മുടെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജിന്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ടത്, സോ ഇവിടെ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത്.
ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വെറുതെ എത്ര വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമ്പർ ഓഫ് ചാൻസസ് ഉണ്ട്. അതായത് ഇവിടെ നോക്കി യുആറിനും EWS കാറ്റഗറിക്ക് 6 അറ്റംപ്റ്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ എക്സാമിന് 6 അറ്റംപ്റ്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ പ്രിലിംസ് എഴുതാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, പക്ഷെ മെയിൻസ് 6 പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. നേരത്തേക്ക് അത് 4 പ്രാവശ്യമായിരുന്നു, ഇപ്പൊ 6 പ്രാവശ്യം ആക്കിയിട്ടുണ്ട് കേട്ടോ. 6 പ്രാവശ്യമാണ് നിങ്ങൾക്ക് EWS കാറ്റഗറിക്ക്, യുആറിനും EWS കാറ്റഗറിക്കും നമുക്ക് എത്രയാണ് 6 അറ്റംപ്റ്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഈ 6 അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പ്രിലിംസ് കഴിഞ്ഞിട്ട്, പ്രിലിംസ് നമുക്ക് എഴുതാം, പ്രിലിംസ് കൗണ്ട് ചെയ്യില്ല. നോക്കി അവിടെ പറയുന്നുണ്ട് എന്താണ്, പ്രിലിംസ് കൗണ്ട് ചെയ്യില്ല. സോ ദ കാൻഡിഡേറ്റ് ഹു അപ്പിയർഡ് ഓൾറെഡി, സോ പിന്നെന്താണ് പ്രിലിംസ് കൂട്ടില്ല, നോട്ട് ബി കൗണ്ടഡ്. പ്രിലിംസിന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കൂട്ടില്ല, മെയിൻസിന്റെ ആണ് കൂട്ടുന്നത് കേട്ടോ. മെയിൻസിന്റെ എക്സാമിന്റെ ചാൻസ് ആണ് കൂട്ടുന്നത്. അപ്പൊ നിങ്ങൾ പ്രിലിംസ് എഴുതി എന്ന് പറഞ്ഞിട്ട് അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടില്ല. മെയിൻസ് നിങ്ങൾക്ക് 6 പ്രാവശ്യം, UR കാറ്റഗറി ആണെങ്കിൽ 6 പ്രാവശ്യമാണ്. ബാക്കിയുള്ള കാറ്റഗറി നോക്കിയേ, UR, PWBD, EWS, OBC, PWBD ആ കാറ്റഗറിക്കൊക്കെ നോക്കിയാൽ ഇതാണ് 9 അറ്റംപ്റ്റ് ആണ്. ബാക്കിയുള്ള SC ST ആ കാറ്റഗറിക്കൊക്കെ ഇതാണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ ഇല്ല, അവർക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. 6 അറ്റംപ്റ്റേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ നമ്മുടെ ടോപ്പിക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ സ്റ്റഡി പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം, ഹൗ ടു അപ്ലൈ ഒക്കെ ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എക്സാമിന്റെ പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താ, ഇംഗ്ലീഷ്, ക്വാണ്ട്, അതുപോലെ റീസണിങ്, അത് 3ആണുള്ളത്. മാർക്ക് നോക്കുക, ഡ്യൂറേഷൻ 20 മിനിറ്റ് ആണ്. അതുപോലെ മെയിൻ എക്സാമിനാണെങ്കിൽ നോക്കിയേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. മെയിൻ എക്സാമിനാണെങ്കിൽ നോക്കിയേ എന്താണ്, ഇതിന്റെ കൂടെ ജനറൽ അവയർനെസ്, എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് നോളേജ് അതും കൂടെ ഉണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഇതും കൂടി ഉണ്ട് കേട്ടോ. എന്താ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ, ഇമെയിൽ, സിറ്റുവേഷൻ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊസീജർ റൈറ്റിംഗ്, അപ്പൊ അതൊക്കെ കൂടിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവും കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, 1500 വേക്കൻസി ആണ്. പിന്നെ നമ്മുടെ 96 അതിന് മുന്നേ ജനിച്ച ആൾക്ക് പറ്റില്ല, അതിനുശേഷം ജനിച്ച ആൾക്കാർക്കാണ് പറ്റുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഏജിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഫൈനൽ ഇയർ പഠിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അവർ എക്സാം ആ ഡേറ്റ് പ്രകാരം അപ്പോൾ കഴിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, UR കാറ്റഗറി ആണെങ്കിൽ 6 അറ്റംപ്റ്റ് ആണുള്ളത്. 6 അറ്റംപ്റ്റ് മെയിൻ എക്സാം എഴുതാൻ പറ്റുന്നത് 6 പ്രാവശ്യം മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ഫീന്റെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. 750 റുപ്പീസ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, 750 റുപ്പീസ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. 750 റുപ്പീസ് ആണ്. അത് EWS OBC കാൻഡിഡേറ്റ്, പിന്നെ നോക്കിയേ SC ST PWBD കാൻഡിഡേറ്റിന് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ 750 രൂപയാണ് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാൻ. നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് ഡേ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ എന്താണ്, ഓഗസ്റ്റിലെ നമുക്ക് എക്സാം ആയി. അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ ജൂൺ കഴിയാനായി, ജൂലൈ ഓഗസ്റ്റ് മിഡ് ആകുമ്പോൾ എക്സാം ആയി. സോ 1.5 മാസം കൊണ്ട് നിങ്ങൾ കറക്റ്റായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞാൽ പിന്നെന്താ, 1 മാസത്തിനുള്ളിൽ അടുത്ത മെയിൻ എക്സാമുമായി. അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക, തകർക്കുക. ഓക്കെ.